ഗൈസ്, മറ്റൊരു വിയറ്റ്നാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലെ ബസ് ടൂർ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറേ ടൂറിസ്റ്റ് പ്ലേസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ആ പ്ലേസിലെ കുറച്ച് പ്ലേസസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് നോട്രെ ഡാം കത്തീഡ്രലും പോസ്റ്റ് ഓഫീസും കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നോട്രെ ഡാം കത്തീഡ്രൽ. 1800-കളിൽ ഫ്രഞ്ചുകാർ പണിത ഒരു പള്ളിയാണ്. അപ്പോൾ ഫോട്ടോസിലൊക്കെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ റെനോവേഷൻ നടക്കുന്ന കാരണം ഞങ്ങൾക്ക് അതിനുള്ളിലോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പോസ്റ്റ് ഓഫീസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് അങ്ങോട്ടാണ് പോയത്. ഫ്രഞ്ച് ആർക്കിടെക്ചർ എത്രമാത്രം മനോഹരമാണെന്ന് നമുക്ക് ഈ ബിൽഡിംഗ് കാണുമ്പോൾ മനസ്സിലാവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതിപ്പോഴും ഒരു വർക്കിംഗ് പോസ്റ്റ് ഓഫീസാണ്. ഇതാണോ കോയിൻ? പണ്ടൊക്കെ ഒരു ഡോങ്ങൊക്കെ ഉണ്ടായിരുന്നപ്പം പിന്നെ മറ്റേ ദാരിദ്ര്യം നോക്ക്, കാർഡ്, പോസ്റ്റ് കാർഡ്. വേണോ? സിൽവറാണോ? സിൽവറാ. ഉള്ളിൽ വലിയൊരു ഹാളാണ്. ഒരു സൈഡിൽ പോസ്റ്റ് ഓഫീസിൻ്റെ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ബാക്കി സ്പേസിലൊക്കെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. അതായത് സോനിയേഴ്സ്, ആർട്ട് വർക്ക്സ്, ഓർണമെൻറ്റ്സ്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ചെറിയ ഷോപ്സ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലത്ത് ഞങ്ങൾ ഈ പേപ്പറിൻ്റെ ആർട്ട് വർക്കും ഡെക്കോർ ഐറ്റംസും ഒക്കെ കണ്ടു. അത് മടക്കി വെക്കുന്നതാണ്, മറ്റേ നമ്മൾ കാർഡൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നേരെ ഷോപ്പിങ്ങിനായിട്ട് ബെൻതാങ് മാർക്കറ്റിലേക്കാണ് പോയത്. സായിഗൺ സെൻറ്ററും ഇവിടെ അടുത്ത് തന്നെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ബെൻതാങ് മാർക്കറ്റിലെത്തി. ഹോച്ചിമിൻ സിറ്റിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഈ ബെൻതാങ്. അപ്പോൾ രാവിലെ മുതലേ തന്നെ ഇവിടെ ഫുൾ ഓണായിരിക്കും. ഇവിടെ കിട്ടാത്തതായിട്ട് ശരിക്കും ഒന്നും തന്നെ ഉണ്ടാവില്ല. അതായത് നമ്മുടെ ബാഗ്, ഡ്രസ്സ്, സോവനിയേഴ്സ്, ഫുഡ്, പിന്നെ ഈ ഫേക്ക് ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത്, പിന്നെ ഡെക്കോർ ഐറ്റംസ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പം മൊത്തത്തിൽ കറങ്ങി കാണാൻ തന്നെ നമുക്കൊരു ഹാഫ് ഡേ എങ്കിലും എടുക്കും. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു എക്സ്ട്രാ ഡേ ഹോച്ചിമിൻ സിറ്റിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഫുൾ ഇങ്ങനെ കറങ്ങി കണ്ട് എന്തൊക്കെ വാങ്ങണം, അതിൻ്റെ പ്രൈസൊക്കെ എങ്ങനെയാണ്, എത്രത്തോളം നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. എന്നിട്ട് പിന്നെ വേറൊരു ദിവസം വന്നിട്ടാണ് ഞങ്ങൾ ഫുള്ള് ഷോപ്പിംഗ് ചെയ്തത്. ബാർഗെയിനിങ് സ്കില്ലില്ലെങ്കിൽ ഇവിടെ ഷോപ്പിംഗ് കുറച്ച് പ്രയാസമാണ്. അതായത് പ്രൈസ് ടാഗിൽ കാണുന്നത് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ റേറ്റ് ഒക്കെ ആയിരിക്കും അവരിടുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിയിട്ട് ആദ്യം പറഞ്ഞൊരു റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 200 rupees ഒക്കെ വരും. അപ്പോൾ ഞങ്ങൾ മാക്സിമം ബാർഗെയിൻ ചെയ്തു. പിന്നെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മൾട്ടിപ്പിൾ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഒരുമിച്ച് ബാർഗെയിൻ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് ഒരു നോർമൽ റേറ്റിന് ഞങ്ങൾക്കത് വാങ്ങാൻ പറ്റി. പിന്നെ ഒരു സ്കില്ല് വേണ്ടത് കണക്ക് കൂട്ടാനാണ്. അതായത് ഇവിടെ ഫുള്ള് ലക്ഷങ്ങളുടെ കളിയാണ്. 1 ലക്ഷം വിയറ്റ്നാമീസ് ഡോങ് ഓൾമോസ്റ്റ് ഒരു 300-330 രൂപ ഒക്കെ വരും. അപ്പോൾ പ്രൈസ് ടാഗ് ഇടുന്നതെന്ന് പറഞ്ഞാൽ 25K, 100K, 500K അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ K ഒക്കെ കൺവേർട്ട് ചെയ്ത് എത്ര രൂപയാണ് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും. അപ്പോൾ ഒരു മാർബിൾ ബ്രേസ്ലെറ്റിന് അവർ 5 lakh VND, അതായത് നമ്മളുടെ ഒരു 1500 രൂപയൊക്കെ വരും. അത് കേട്ട് അതങ്ങോട്ട് പ്രോസസ്സ് ചെയ്യാൻ തന്നെ എനിക്ക് കുറച്ചധികം ടൈം എടുത്തു. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സെക്ഷൻ ഞങ്ങൾ കണ്ടത് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ സെക്ഷനാണ്. അടുത്ത് ചെന്ന് നോക്കിയാൽ മാത്രമേ നമുക്കത് ആർട്ടിഫിഷ്യൽ ആണെന്ന് മനസ്സിലാകുള്ളൂ. ഇത് ഈ പുറത്തിരിക്കുന്ന ഒറിജിനൽ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടാൽ അതിൻ്റെ ആ ഒരു ഡിഫറൻസ്, ഏതാണ് ആർട്ടിഫിഷ്യൽ ഏതാണ് ഒറിജിനൽ എന്നുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുമ്പോൾ ഇതുപോലെ നമുക്ക് കുറേ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ ഒക്കെ കുറേ സ്റ്റോൾസും ഷോപ്സും ഒക്കെ കാണാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് ഫുഡിൻ്റെയും ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി നൈറ്റ് സ്ട്രീറ്റ് പോകാൻ അല്ലെങ്കിൽ ഫുഡ് സ്ട്രീറ്റ് പോകാനുള്ള ഒരു പ്ലാൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. അങ്ങനെ അവിടുത്തെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സായിഗൺ സ്ക്വയറിലോട്ടാണ് പോയത്.
ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഈ ബെൻതാങ് മാർക്കറ്റും സായ്ഗൺ സ്ക്വയറും വരുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ബെൻതാങ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ലോക്കൽ മാർക്കറ്റ് പോലെയും ഈ സായ്ഗൺ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മളൊരു മോള് അങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഷോപ്പ്. അങ്ങനെ രണ്ടിടത്തും നമുക്ക് ഫേക്ക് പ്രോഡക്ട്സ് കിട്ടും. ഈ സായ്ഗൺ സ്ക്വയറിലാണ് നമുക്ക് ഈ ഫസ്റ്റ് കോപ്പി അല്ലെങ്കിൽ ഫേക്ക് ബ്രാൻഡഡ് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും കിട്ടുന്നത് ഈ സായ്ഗൺ സ്ക്വയറിലാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഫേക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഒത്തിരി ബ്രാൻഡഡ് സാധനങ്ങൾ, അതായത് നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ ബാഗ്സും ഷൂസും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ കാണാം. അപ്പോൾ അത് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ആക്ച്വലി. കാരണം അതൊരു ഫസ്റ്റ് കോപ്പി പ്രോഡക്റ്റിന് ഇത്രയും റേറ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്നാൽ പിന്നെ ചെറിയൊരു എക്സ്ട്രാ എമൗണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ തന്നെ മേടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നമുക്കൊരു തോന്നൽ വരും. അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഞങ്ങൾ ബെൻങ്ങെ ഫുഡ് സ്ട്രീറ്റിലോട്ടാണ് പോയത് നെക്സ്റ്റ്. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിൽ വന്നാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ്, അതായത് നമുക്ക് ഇന്ത്യൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ടേസ്റ്റി ഫുഡ് കിട്ടുന്ന ഒരു ഫുഡ് സ്ട്രീറ്റാണിത്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ വേറെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഫുഡിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ടേസ്റ്റും പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കിട്ടുന്ന ഒരു പ്ലേസാണിത്. വേറെ എക്സ്ട്രാ അതും പല സോസാട്ടോ. ഇതില്ല ലൈറ്റ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് വരുന്ന 0.6 ഇങ്ങനത്തെ വീഡിയോസ്. ഓംലെറ്റ് ചോയ്സ് ആയിരുന്നു, കിട്ടിയില്ല. എന്താ പഴംപൊരി? ലെറ്റീസൊക്കെ എന്ത് ഫ്രഷല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം വെജിറ്റേറിയൻ ആണെങ്കിലും സീ ഫുഡ്സ് ആണെങ്കിലും ബീഫ്, ചിക്കൻ, അങ്ങനെ എല്ലാത്തിൻ്റെയും പല പല ഐറ്റംസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ എപ്പോഴത്തെയും പോലെ എല്ലാ ഷോപ്സും ഒന്ന് കറങ്ങിക്കണ്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഞങ്ങളങ്ങനെ ഓർഡർ ചെയ്തു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് ഇരിക്കാനായിട്ടൊരു സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ടേബിളും ബെഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. ഇത് കണ്ടോ, നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ ഒരു ലുക്ക് ഉണ്ടെങ്കിലും ഇതാണ് റൈസ് നൂഡിൽസ്. കണ്ടപ്പോൾ കഴിക്കാനൊരു ആഗ്രഹം തോന്നി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന പ്രസൻറ്റേഷൻ, അതായത് ടോപ്പിങ്സ് ഒക്കെ ഇടുന്നതാണെങ്കിലും പ്രസൻറ്റ് ചെയ്ത് ആ ഡിഷ് കൊണ്ടുവരുന്നതാണെങ്കിലും ഭയങ്കര രസമാണ്. പിന്നെ വെറൈറ്റി ടോപ്പിങ്സ് ആണ്. ഇത് നമുക്ക് റോ മാംഗോ മിനി പാൻ കേക്കാണ്, അതിൻ്റെ മേലെ റോ മാംഗോസ് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങളൊരു സൈഡിൽ നിന്ന് അത് കഴിച്ചു തുടങ്ങട്ടെ. അപ്പോൾ നിങ്ങൾ ഹോച്ചിമിൻ സിറ്റി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു ഫുഡ് സ്ട്രീറ്റാണിത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.